മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന പറഞ്ഞതനുസരിച്ച് കൃഷ്ണമോള് മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ബാഗ് തുറന്നു നോക്കുമ്പോൾ അലീനയുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെട്ടി നുറുക്കി നശിപ്പിച്ച് വെച്ചേക്കുന്നതായിട്ട് കാണും. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കട്ടോ കൃഷ്ണമോള്. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഒരു ചുരിദാർ പോലും ബാക്കിയില്ല. എല്ലാം തന്നെ കട്ട് ചെയ്ത് ആകെ ഇങ്ങനെ കഷ്ണം കഷ്ണങ്ങളായി വെട്ടി നുറുക്കിയിരിക്കുന്നു. എന്നാലും ഇത് ആരായിരിക്കും ഇങ്ങനൊരു പണി കാണിച്ചിട്ടുണ്ടാവുക? പിന്നീട് കൃഷ്ണമോൾ നേരെ അലീനയുടെ അടുത്തേക്ക് വരികയാണ്. അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അലീന ചേച്ചി, ഇത് മനഃപൂർവ്വം ആരോ വെട്ടി നശിപ്പിച്ചത് തന്നെയാണ്. അത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാ തോന്നുന്നത്. അല്ല, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, രോഹിതേട്ടനും ബബിത ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ബബിത ചേച്ചിയോട് പോയി ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് കൃഷ്ണമോൾ നേരെ അകത്തേക്ക് പോയി. അന്നേരം അലീന തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട മോളെ, ഇനിയിപ്പോൾ അതും ചോദിച്ച് വെറുതെ ഇതിന്റെ പേരിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയും. ഏയ്, ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ ചേച്ചി, എന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കാര്യമെന്നും പറയാണ് കൃഷ്ണമോള്. അങ്ങനെ കൃഷ്ണമോള് നേരെ ബബിതയുടെ അടുത്തേക്ക് വന്നു. ആ സമയത്തിന് ബബിത ആണെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണമോളെ കണ്ടപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന്. അതെ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അലീന ചേച്ചിയുടെ മുറിയിലിരിക്കുന്ന ചുരിദാറുകളൊക്കെ ആരാ കട്ട് ചെയ്തത് എന്ന് ചോദിക്കാണ് കൃഷ്ണമോള്. എന്ത്, കട്ട് ചെയ്തോ? അതെങ്ങനെ എനിക്കറിയാമെന്ന് ബബിത ഒന്നും അറിയാത്തതുപോലെ പറയാണ്. ദേ ബബിതേച്ചി, വെറുതെ കള്ളം പറയരുത്. ഈ വീട്ടിലുള്ളവരെ അറിയാതെ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് കൃഷ്ണമോള് പറഞ്ഞു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് കേസ് കൊടുക്ക്. നീ പോയി ഈ വീട്ടിലെ എല്ലാവരുടെയും പേരിൽ ഒരു കേസ് അങ്ങ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബബിത അവളെ പരിഹസിച്ചു. ചേച്ചി, വെറുതെ മുട്ടാപ്പോക്ക് ന്യായം പറയാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, സത്യം പറ ചേച്ചി, ചേച്ചി തന്നെയാണോ ഇത് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് കൃഷ്ണമോള് ബബിതയെ ചോദ്യം ചെയ്യാണ്. ഒന്നുകിൽ ചേച്ചി അല്ലെങ്കിൽ രോഹിതേട്ടൻ, വേറെ ആരും ഇത് ചെയ്യില്ല എന്ന് കൃഷ്ണമോള് കടുപ്പിച്ചു പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഇതല്ലേ ജോലി എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ കളിയാക്കി ചിരിക്കാണ്. ഉടനെ തന്നെ കൃഷ്ണമോള് പറഞ്ഞു, വെറുതെ കള്ളം പറയേണ്ട ചേച്ചി, ചേച്ചി തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബബിത പരിഹാസത്തോടെ സംസാരിക്കാണ്. അവളുടെ ഡ്രസ്സ് ഇനിയും ചിലപ്പോൾ വെട്ടിയെന്നിരിക്കും. ഇത്രയൊന്നുമല്ല, എല്ലാ ഡ്രസ്സുകളും ഞാൻ തന്നെ കട്ട് ചെയ്യും. നാളെ നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ അവളുടെ തലമുടി പോലും തന്നെ കാണില്ല. അതും ഞാൻ തന്നെ മുറിച്ചു കളയും. അവളെ തന്നെ ഒരു പക്ഷേ ഞാൻ കട്ട് ചെയ്യും. നിനക്ക് എന്ത് വേണമെന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ ബബിത അങ്ങ് വെല്ലുവിളിക്കും. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്ക് നല്ല അങ്ങ് ദേഷ്യം വരികയാണ്. അച്ഛൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാനിതൊക്കെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും, ചേച്ചി കിട്ടും നല്ലത് കിട്ടുമെന്നൊക്കെ പറയാണ് കൃഷ്ണമോള്. പിന്നെ ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്നതിന് നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഒന്ന് പോടി അവിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ബബിത ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും അലീന ചായയുമായിട്ട് വന്ന് കൃഷ്ണമോളോട് അവർ ചായ കുടിക്കാൻ പറയും. എന്നാലും ചേച്ചി എന്ന് കൃഷ്ണമോള് സങ്കടപ്പെടുമ്പോൾ, സാരമില്ല, ഇനി എല്ലാം പുതിയത് വാങ്ങിക്കാമല്ലോ എന്നോർത്തപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം എന്ന് അലീന പറഞ്ഞു. അല്ല, അച്ഛൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് കൃഷ്ണമോള് പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, വേണ്ട മോളെ, അച്ഛനോട് ഇതൊന്നും പറയണ്ട. അച്ഛനെ അറിഞ്ഞിട്ട് അച്ഛനെ വെറുതെ വിഷമിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ഇനി വേറെ വാങ്ങിച്ചോളാം എന്നൊക്കെ പറയാണ് അലീന. അല്ല, ഇതെല്ലാം അച്ഛനോട് പറയണം, ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടാവണ്ടേ എന്ന് കൃഷ്ണമോള് ആവർത്തിച്ചു പറയണേ. അങ്ങനെ അന്ന് വൈകുന്നേരം ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അലീന ചായ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് അലീനയുടെ 2 ചുരിദാറും കൂടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛ, അച്ഛൻ ഇത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അതങ്ങ് കാണിച്ചു കൊടുക്കും. ഇതെന്താടി എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എല്ലാത്തിലും ഓട്ടയായിരിക്കും. അലീനയുടെ ചുരിദാർ കാണിച്ച് അതിങ്ങനെ വിരിച്ചു നോക്കുന്ന സമയത്തിന് എല്ലാ ചുരിദാറിലും നിറച്ചിങ്ങനെ കഷ്ണം കഷ്ണമായി നുറുക്കിയിരിക്കുന്നു. അതിങ്ങനെ നിവർത്തി കാണിക്കുന്ന സമയത്തിന്, ഇതെന്താ അലീന ചേച്ചിയുടെ ചുരിദാറാണോ? ഇതാരാ ഇങ്ങനെ കാണിച്ചു വെച്ചത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കാണ്. ആ, അതാ അറിയാത്തത്, അലീന ചേച്ചി ഇവിടെ ഇല്ലായിരുന്നല്ലോ. ചേച്ചി തിരികെ വന്നപ്പോഴേക്കും ചേച്ചിക്ക് മാറാനൊരു ഡ്രസ്സ് പോലുമില്ല. വന്നപ്പോൾ ഡ്രസ്സ് മാറാൻ നോക്കിയതാ, എല്ലാ ഡ്രസ്സിലും നിറച്ചിങ്ങനെ കീറലുകളാണ്. ഇതാരാ ചെയ്തതെന്ന് മനസ്സിലായില്ല. എന്തായാലും എലി കട്ട് ചെയ്തതല്ല എന്ന് മനസ്സിലായി. എലിയൊന്നും ഇതൊരിക്കലും ചെയ്യില്ല. ഇത് കത്രിക വെച്ച് മുറിച്ചതുപോലെയുണ്ട്. അച്ഛാ, ബാഗിന്റെ അകത്തിരുന്ന സാധനം ഇവിടെ പുറത്തൊന്നും അല്ലാത്ത സ്ഥിതിക്ക് ഒരു കള്ളം വന്ന് ഇതൊന്നും ചെയ്യില്ലല്ലോ. വീട്ടിലുള്ളവർ തന്നെയായിരിക്കും മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് കൃഷ്ണമോള് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യേ, ആ ബബിത എവിടെയുണ്ടോ? മിക്കവാറും അവളോ രോഹിതോ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ബബിതയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബബിതയും രോഹിത്തും അച്ഛനും വിളിപ്പിച്ചു. അങ്ങനെ ബബിതയെയും രോഹിത്തിനെയും അച്ഛൻ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ചോദിക്കുന്നത്, എടോ, നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ബബിതയും രോഹിത്തും ഒന്നും അറിയാതെ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സത്യം പറഞ്ഞോളാം, ഇതാരാ ചെയ്തത്? ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയാമെന്ന് ബാലചന്ദ്രൻ കടുപ്പിച്ചു പറയാണ്. ഒടുവിൽ ബബിത പേടിച്ചു. ബബിത പറയുന്നുണ്ട്, അതെ അച്ഛാ, ഇത് ഞാനാ ചെയ്തത്. നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്നാണ് ബബിത പറയുന്നത്. എന്ത്, ഇഷ്ടമില്ലാത്തത് കൊണ്ടോ?
ചുരിദാർ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇവളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് പറയും. എനിക്ക് ഈ അലീനയെ ഒട്ടും തന്നെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയും. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ബബിതയുടെ നീർക്കങ്ങ് പൊട്ടിത്തെറിക്കാണ്. എടി, നിന്റെ ഇഷ്ടം നോക്കിയിട്ടില്ല അവൾ ഇവിടെ നിൽക്കുന്നത്. അവൾ എൻ്റെ മകളാണ്. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്? നിന്റെ ചെവിക്കല്ല് ഞാനങ്ങ് അടിച്ചു പൊട്ടിച്ച് താഴെ ഇടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അഹങ്കാരം ഇത്രമാത്രം തലക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നിന്റെ അമ്മയുടെ വീടൊന്നല്ല, ഇത് നെടുമ്പറക്കൽ ബാലചന്ദ്രന്റെ വീടാണ്. ഇവിടെ എന്ത് വേണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ തോന്നിവാസം കാണിച്ചിട്ട് ഇവിടെ നിൽക്കാമെന്നൊന്നും നീ വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം തന്നെ ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്നും ഇറങ്ങിക്കൊള്ളണം. എനിക്കിനി നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ബബിതക്ക് മുന്നിൽ അങ്ങ് ആക്രോശിക്കാണ്. ബബിതയാണെങ്കിൽ പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ ഒന്നും മിണ്ടുന്നില്ല. ഇറങ്ങാനല്ലേ പറഞ്ഞത്, നിന്റെ തോന്നിവാസമൊന്നും ഇവിടെ നടക്കില്ല. അനുസരിച്ച് നിൽക്കുന്നവർ മാത്രം ഇവിടെ നിന്നാ മതിയെന്ന് ബാലചന്ദ്രൻ അങ്ങ് കടുപ്പിച്ചു പറയും. രോഹിത് ആണെങ്കിൽ ഒന്നും മിണ്ടാത്ത നേരെ അകത്തേക്ക് കയറിപ്പോയി. അലീനയോട് സോറി പറയാൻ അച്ഛൻ നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ ബബിതക്ക് അത് പറയേണ്ടി വന്നു. ഇന്നത്തെ ദിവസം ഏതായാലും നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണ്ട. നിനക്കൊന്നും ഒരു പൈസയുടെ വിലയും അറിയില്ല. ആ കൊച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡ്രസ്സ് വാങ്ങിച്ചത് എന്ന് നിനക്കറിയാമോ എന്ന് അച്ഛൻ ചോദിച്ചു. ലാസ്റ്റ് വാണിംഗ് ആണിത്. ഇനി എങ്ങാനും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നീ എന്നേക്കുമായിട്ട് ഈ വീടിന് പുറത്തായിരിക്കുമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ ബബിത ദേഷ്യത്തോടു കൂടി തന്നെ അലീനയെ നോക്കിങ്ങനെ തുറപ്പിച്ച് നോക്കിങ്ങനെ പേടിപ്പിച്ച് നിർത്തുകയാണ്. അതിനുശേഷം ബബിത നേരെ അകത്തേക്ക് പോയി. ബാലചന്ദ്രനാണെങ്കിൽ വലിയ വിഷമമായിരുന്നു. ബബിത ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അദ്ദേഹം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ബബിത താഴേക്ക് വന്നപ്പോൾ അലീനയും കൃഷ്ണമോളും സംസാരിച്ചിരിക്കുകയായിരുന്നു. എടി, നീ ജയിച്ചു എന്നൊന്നും നീ വിചാരിക്കണ്ട എന്ന് ബബിത അലീനയോട് പറയുമ്പോൾ, വെറുതെ വാശി പിടിപ്പിക്കണ്ട ബബിതേ, ഞാൻ നിന്റെ ചേച്ചിയാണെന്ന ഓർമ്മ നിനക്ക് വേണമെന്ന് അലീന പറയാണ്. അച്ഛൻ എത്ര തവണ നിനക്ക് വാണിംഗ് തന്നു, എന്നിട്ടും നിന്റെ തലയിലേക്ക് ഒന്നും കയറുന്നില്ലല്ലോ എന്ന് അലീന ചോദിച്ചപ്പോൾ, ബബിത ചേച്ചിക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് കൃഷ്ണമോളും ചോദിച്ചു. അലീന ചേച്ചി അച്ഛൻ്റെ മോളാണെന്ന് ഓർമ്മ വേണമെന്ന് കൃഷ്ണമോള് പറയുമ്പോൾ ബബിത വീണ്ടും അങ്ങ് ചൂടായി. നീ കൂടുതൽ ഇവളെ അങ്ങ് സപ്പോർട്ട് ചെയ്യണ്ട എന്ന് ബബിത പറയാണ്. അലീന പറയുന്നുണ്ട്, ഇനി കൂടുതൽ ആളാവാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാലോ. മര്യാദക്ക് ഇരുന്നാൽ മര്യാദക്ക് പോവാം. അലീനയുടെ ആ നോട്ടം കണ്ടുകൊണ്ടതിന് ബബിത ഒന്നും മിണ്ടാതെ പോയി. പിന്നീട് അലീന ബാലചന്ദ്രന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഇടാൻ ഡ്രസ്സുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് അലീന പറഞ്ഞു. സാരമില്ല മോളെ, നാളെ തന്നെ നമുക്ക് പോയിട്ട് പുതിയൊരെണ്ണം വാങ്ങാമെന്ന് പറയാൻ അച്ഛൻ. എൻ്റെ കയ്യിൽ പൈസയുണ്ട് അച്ഛാ എന്ന് അലീന പറഞ്ഞുവെങ്കിലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിനക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് ബാലചന്ദ്രൻ വളരെയധികം സ്നേഹത്തോടു കൂടെ തന്നെ അലീനയോട് പറഞ്ഞു. കൃഷ്ണമോളും കൂടെ പോവാമെന്ന് പറഞ്ഞു. വൈജയന്തിയുടെ വളർത്തുദോഷമാണ് ബബിത ഇങ്ങനെയൊക്കെ ആവാൻ കാരണമെന്ന് ബാലചന്ദ്രൻ സ്വയം ഇങ്ങനെ പിറുപിരുത്തു. രാത്രി അലീന ഭക്ഷണം കഴിക്കാൻ വിളിച്ചുവെങ്കിലും ബബിത വന്നില്ല. വേണ്ടവർ കഴിച്ചാൽ മതിയെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. പാതിരാത്രി വിശന്നപ്പോൾ ബബിതയ്ക്ക് സങ്കടമായി എങ്കിലും പുറത്തിറങ്ങാൻ നാണക്കേടായി. ആ സമയം മനുശങ്കർ അലീനയെ വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കൃഷ്ണമോള് ഫോൺ വാങ്ങിച്ച് എല്ലാ കാര്യങ്ങളും മനുവിനോട് തുറന്നു പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ മനുവിന് നല്ല അങ്ങ് ദേഷ്യം വന്നു. അലീനയുടെ ഡ്രസ്സ് മുഴുവൻ തന്നെ കത്രിക വെച്ച് ബബിത പിച്ചി ചീന്ത കാര്യമെല്ലാം തന്നെ കൃഷ്ണമോള് പറഞ്ഞിരുന്നു. ദേഷ്യം കൊണ്ട് തന്നെ മനു ചോദിക്കുന്നുണ്ട് അലീനയോട്, നീ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് എന്ന്. ബബിതയെ അങ്കിള് പറയുന്നത് പോലെ 2 തല്ലങ്ങ് കിട്ടിയാലേ ശരിയാകൂ എന്ന് മനു പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. പിറ്റേന്ന് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോയി വൈജയന്തിയെ കാണാണ്. ഡിസ്ചാർജായി എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ കടപ്പാട്ടൂര് വീട്ടിലേക്ക് ഞാൻ ഏതായാലും ഇല്ല എന്നും സ്വന്തം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകുമെന്നും വൈജയന്തി ഉറപ്പിച്ചു പറഞ്ഞു. ബാലചന്ദ്രനും അത് സമ്മതിച്ചു. വൈജയന്തി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈജയന്തി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ ബാലചന്ദ്രന് നന്നായിട്ടറിയാം. ഏതായാലും വൈജയന്തിയുടെ നിർബന്ധപ്രകാരം അതൊക്കെ ഒന്ന് അനുഭവിച്ചോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കട്ടോ ബാലചന്ദ്രൻ വൈജയന്തിയോട് സമ്മതം മൂടുന്നത്. ബാലചന്ദ്രന്റെ അന്ത്യശാസ്ത്രത്തിന് മുന്നിൽ പകച്ചുപോയ ബബിതയുടെ ഉള്ളിൽ ഇപ്പോൾ അലീനയോടുള്ള പക കനലായി തന്നെ എരിയുന്നുണ്ടായിരുന്നു. കൊല്ലപ്പള്ളി വീട്ടിലെ ആ ഇരുണ്ട മുറിയിൽ വിശന്നു തളർന്നിരിക്കുമ്പോഴും അവൾ ആലോചിക്കുന്നത് അലീനെ എങ്ങനെ ഈ വീട്ടിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാമെന്നതിനെ കുറിച്ചാണ്. മറുഭാഗത്ത് അലീനയുടെ ഫോണിൽ മനുശങ്കറിന്റെ വിളി വീണ്ടും എത്തി. അലീനെ, നീ ഇത്ര പാവമാവരുത്. ബബിത കാണിച്ചത് വെറും ഒരു കുട്ടിത്തമല്ല, അതൊരു ക്രിമിനൽ ബുദ്ധിയാണ്. നീ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവൾ നിന്റെ തലയിൽ കയറി നിറങ്ങും. മനുവിന്റെ വാക്കുകളിൽ ആകുലതയും ദേഷ്യവും കലർന്നിരുന്നു. അലീന ഒരു ദീർഘനിശ്വാസത്തോടു കൂടി തന്നെ മറുപടി പറഞ്ഞു. മനുവേട്ട, അച്ഛന്റെ സങ്കടം കാണാനൊന്നും എനിക്ക് വയ്യാഞ്ഞിട്ടാ ഞാനിങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നത്. ആ പാവം ഇതിനിടയിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ്. പിറ്റേന്ന് പുലർച്ചെ തന്നെ കൊല്ലപ്പള്ളി വീട്ടിൽ വൈജയന്തിയുടെ തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ വൈജയന്തി തന്റെ കടുംപിടുത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.
കടപ്പാട്ടൂർ വീട്ടിലേക്ക് ഇല്ല എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ കൊല്ലപ്പള്ളി വീട്ടിൽ കാലുകുത്തിയ വൈജയന്തിയെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. വീട്ടിലെ ജോലിക്കാരും മറ്റും അലീനയെ ഒരു ദേവതയെ പോലെയാണ് കാണുന്നത്. അത് വൈജയന്തിയുടെ ഈഗോയെ വല്ലാതെ മുറിപ്പെടുത്തി. ബബിത ഓടിച്ചെന്ന് അമ്മയുടെ അരികിലേക്ക് എത്തി കരഞ്ഞു വിളിച്ചു, അമ്മേ, അച്ഛൻ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ നോക്കി. ആ അലീനയുടെ ഡ്രസ്സ് ഞാൻ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ പട്ടിണി കിട്ടു എന്നൊക്കെ പറയും. മകളുടെ വാക്കുകൾ കേട്ട് വൈജയന്തിയുടെ കണ്ണുകളിൽ കലി പടർന്നു. അവൾ നേരെ ബാലചന്ദ്രൻ വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, എന്റെ മകളെ ഈ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ആർക്കും സാധിക്കില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട് തന്നെ ചുട്ടുകളയുമെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഗർജിച്ചു. എന്നാൽ പഴയ ബാലചന്ദ്രനല്ല ഇപ്പോൾ അദ്ദേഹം ശാന്തനായി കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു, വൈജയന്തി, നീ വന്നത് മര്യാദക്ക് ജീവിക്കാനാണെങ്കിൽ നിനക്കിവിടെ നിൽക്കാം. പക്ഷേ നിന്റെ മകൾ കാണിച്ച ഈ ഒരു തോന്നിയവാസത്തിന് ഇനിയും സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നിന്റെ ഭാവമെങ്കിൽ ഈ വീടിൽ നീയും നിന്റെ ഭവിതക്കും ഒരുപോലെ തന്നെ പടിയിറങ്ങാം. ഇതെന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്. ഈ സമയം മുറ്റത്ത് പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്നു നിന്നു. കാറിൽ മനുശങ്കർ ആയിരുന്നു. അവൻ കാറിൽ നിന്നും ഇറങ്ങി നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. ആന്റി, അലീനയെ തോൽപ്പിക്കാൻ നോക്കുന്നവർ ഒരു കാര്യം ഓർത്തോ, അവൾ ഇനി ഒറ്റയ്ക്കല്ല. അവൾക്ക് ഞാൻ എപ്പോഴും അവളുടെ കൂടെയുണ്ട്. ഇനിയും അവളുടെ ഒരു നൂഴയിലെങ്കിലും നിങ്ങൾ ആരെങ്കിലും തൊട്ടുകഴിഞ്ഞാൽ ഈ മനുശങ്കർ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇത് കേട്ട് അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മനുവിനെയും അച്ഛനെയും മാറി മാറി നോക്കി. ഒരു വശത്ത് തകർന്നു പോകുന്ന ബന്ധങ്ങൾ, മറുവശത്ത് കരുത്തായി നിൽക്കുന്ന സ്നേഹം. ബബിതയും വൈജയന്തിയും തങ്ങളുടെ മുറിയിലേക്ക് വലിഞ്ഞു. പക്ഷേ അവരുടെ കണ്ണുകളിലെ പക അടങ്ങിയില്ല. ഇരുട്ടിലിരുന്ന് അവർ പുതിയൊരു കെണിയൊരുക്കുകയായിരുന്നു. അലീനയെ ബാലചന്ദ്രന്റെ കണ്ണിൽ ഒരു മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയ തന്ത്രം മെനയുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.